സർ, നെൽകൃഷിക്കായി 2024 2.87 ലക്ഷം ഹെക്ടർ ഭൂമി കേരളത്തിലുണ്ടായിരുന്നു. ഇത് 2024 1.79 ലക്ഷം ഹെക്ടറായി കുറഞ്ഞതായി സാമ്പത്തിക സർവേ റിപ്പോർട്ടിൽ കാണുന്നു. സർ, നിലം കയ്യേറ്റം, കാർഷികേതര ആവശ്യങ്ങൾക്കായി നിലങ്ങൾ ഉപയോഗിക്കുന്ന പ്രവണത എന്നിവയാണ് നെൽവയൽ വിസ്തൃതി കുറയാനുണ്ടായ കാരണങ്ങൾ. ഭക്ഷ്യസുരക്ഷയെ ഗുരുതരമായി ബാധിക്കുന്ന ഈ സ്ഥിതിവിശേഷത്തെ നേരിടാൻ നിലവിൽ ലഭ്യമായ നിലങ്ങളെങ്കിലും നിലനിർത്താൻ നടപടി സ്വീകരിക്കുമോ? സർ, വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതും നേരത്തെ ശ്രീ സനീഷ് കുമാറോട് പറഞ്ഞതുപോലെ അതോടൊപ്പം ചേർത്ത് വരേണ്ട ഒരു കാര്യമാണ്. നെൽവയലുകളുടെ വിസ്തൃതി അല്പം പോലും കുറയാൻ പാടില്ലാത്തതാണ്. നമുക്കിന്ന് ലഭ്യമായിട്ടുള്ള മുഴുവൻ വയലുകളും ആ അർത്ഥത്തിൽ ഉപയോഗിക്കേണ്ടതുണ്ട്. അത് നമ്മുടെ ഒരു ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ മാത്രം കണക്ക് കൂട്ടിക്കൊണ്ടല്ല. 2008 ഈ സഭ അന്ന് ആ നിയമനിർമ്മാണത്തിൻ്റെ ഭാഗമായ നിരവധിയായ ബഹുമാന്യരായ അംഗങ്ങൾ ഇവിടെ ഇപ്പോഴുമുണ്ട്. നെൽവയലുകൾ നൽകുന്ന ഒരു പാരിസ്ഥിതിക പ്രാധാന്യം കൂടി കണക്കിലെടുത്താണ്. 1 ഏക്കർ വയൽ ഒരു വർഷം 5 കോടി ലിറ്റർ വെള്ളത്തെ സംഭരിച്ച് ഭൂമിക്കടിയിലേക്ക് സംഭാവന ചെയ്യുന്നുവെന്നാണ് ശാസ്ത്രീയമായി കണക്കാക്കിയിട്ടുള്ളത്. ഒരു കുപ്പി വെള്ളത്തിന് 20 രൂപ കൊടുക്കുന്ന മലയാളി 1 ഏക്കർ വയൽ ഈ വെള്ളം സംഭരിച്ച് നൽകുന്നതിലൂടെ എടുത്തുന്ന ഒരു കണക്കിനെക്കുറിച്ച് പലപ്പോഴും ഗൗരവമായി ചിന്തിക്കുക പോലും ചെയ്യുന്നില്ല എന്നുള്ളതാണ് വല്ലാത്ത ഒരു പ്രയാസം. ഈ പ്രാധാന്യം കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് 2008 കേരളത്തിൻ്റെ നിയമസഭ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം പാസ്സാക്കിയത്. അവശേഷിക്കുന്ന നെൽവയലുകളെ എന്തു വില കൊടുത്തും നമുക്ക് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. ധനകാര്യ പ്രതിസന്ധി ഇല്ലായെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ ഫോറസ്റ്റ് റിസർവ് പോലൊക്കെ പാടി റിസർവ് ഉണ്ടാവേണ്ടത് അനിവാര്യമായിരുന്നു. പക്ഷെ നമുക്ക് കർഷകൻ്റെ കീഴിലിരിക്കുന്ന ഇതിനെല്ലാം നാളെ റിസർവ് വയലുകൾ എന്ന് പ്രഖ്യാപിക്കാൻ പറ്റില്ല. വില കൊടുത്തായാലും സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ്. വെള്ളത്തിൻ്റെ ആംഗിളിൽ തന്നെ നോക്കുമ്പോൾ തന്നെയും നമുക്ക് ഇന്ന് ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ. ഇപ്പോൾ കുട്ടനാട്ടിലെ MLA ഇവിടെയുണ്ട്. കുട്ടനാട് പോലുള്ള പ്രദേശത്ത് വാട്ടർ ടാങ്ക് ഉണ്ടാക്കണം. നെൽവയൽ ചിലപ്പോൾ ഒരു വ്യതിയാനം വരുത്തിയേ മതിയാവുകയുള്ളൂ. അങ്ങനെ അടിയന്തരമായ ചില കാര്യങ്ങളും ആവശ്യം വേണ്ടുന്ന കാര്യങ്ങൾക്കല്ലാതെ 1 ഇഞ്ച് വയൽ പോലും നികത്തുന്നതിന് സർക്കാർ അനുകൂലിക്കുന്നില്ല, ഒരു തരത്തിലുള്ള അംഗീകാരം കൊടുക്കുന്നില്ല. ചിലരെല്ലാം അംഗനവാടിക്ക് സംഭാവന ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ട്. അവരെയൊക്കെ മഹാമനസ്കരായി വാഴ്ത്തിക്കൊണ്ടുള്ള ആൾക്കാരൊക്കെ മുമ്പിലേക്ക് വരാറുണ്ട്. അംഗനവാടിക്ക് 3 സെൻറ്റ് വസ്തു കൊടുക്കുന്നു. ബാക്കിയുള്ള നിലം നികത്തുന്നതിന് വേണ്ടിയുള്ളൊരു പരിപാടിയുമായിട്ടാണ് അത്തരം ആൾക്കാരെല്ലാം ഇറങ്ങി വരുന്നത്. അതിനൊന്നും സർക്കാർ പ്രോത്സാഹിപ്പിക്കുന്നതേ ഇല്ല. നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടി വരുന്ന നിലങ്ങളല്ലാതെ ഒരു തരത്തിലും ഒരു നിയമത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല. അവശേഷിക്കുന്ന വയലുകളെ നമ്മുടെ ഭക്ഷണത്തിൻ്റെയും നമുക്ക് ജലത്തിൻ്റെയും എല്ലാം കണക്കിലെടുത്തുകൊണ്ട് സംരക്ഷിക്കേണ്ടത് അനിവാര്യമാണ് എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ നിൽക്കുന്നത്. വയലുകൾ സംരക്ഷിക്കാനുള്ള, നെൽവയലുകളും തണ്ണീർത്തടങ്ങളും സംരക്ഷിക്കാനുള്ള നടപടികളുമായി തന്നെ മുമ്പോട്ട് പോകും.